ഊട്ടിക്കാരുടെ സ്വന്തം യസ്മിൻ ബിരിയാണിയാണ് ഞാനിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇവർക്ക് എഗ് ബിരിയാണി ഉണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്, ബീഫ് ബിരിയാണി ഉണ്ട്. ഇതിൽ ഏത് ബിരിയാണിയാണ് ഏറ്റവും ഫേമസ് എന്ന് ഈ ഹോട്ടലുകാരോട് തന്നെ ചോദിക്കാം, എന്നിട്ട് അത് ട്രൈ ചെയ്യാം. ப்ரோ உங்கள் பேர்? சையத் இம்ரான். இந்த ஹோட்டலில் என்ன ஃபேமஸ் ஆகிருக்கு? இந்த ஹோட்டலில் பீஃப் பிரியாணி, பீஃப் சில்லி, பீஃப் மசாலா உண்டு. சிக்கன் பிரியாணி, சிக்கன் பொரிச்சது, சிக்கன் மசாலா. பொரோட்டா காலையில் தோசை ஐட்டம் வந்து முட்டை தோசை, நெய் ரோஸ்ட்டு, ப்ளைன் தோசை உண்டு. எது ரொம்ப ஃபேமஸாக இருக்கும்? பீஃப் பிரியாணி ஃபேமஸ், அடிப்படியாகும். நாங்கள் ஃபஸ்ட்டு காலையில் இருந்தது பஸ் ஸ்டாண்டிக்கிட்ட അവിടെ 16 இயர்ஸ் ஆகி 14 கொள்ள ஆகி ഇവിടെ வந்து 3 மாதம் ஆகி ഇവിടെ அப்பர் பஜார் ரோட்டில் ஓல்டு GH ரோடு பெஸ்ட் ஃபர்னிச்சர் பக்கத்தில் உண்டு. ஹோட்டல் டைமிங் சொல்ல முடியுமா? ஹோட்டல் டைமிங்கு காலையில் 9 மணிக்கு ராவில் 9 மணிலேருந்து ஈவினிங் 5 o'clock வரைக்கும் இருக்குது. சீசன் மாதத்தில் வந்து உங்களுக்கு ஏப்ரல் மேலே சீசனில் நைட்டு 10 மணி வரைக்கும் இருக்கும். ഈവനിങ് ഫുള്ളാக ഹോട്ടൽ இருக்கும், കണ്ടിന്യൂ ആയിരിക്കും. അൺസീസണിൽ 5 മണിയോടെ ക്ലോസ് ചെയ്യണം. ബീഫ് ബിരിയാണി വിറക് ഉപയോഗിച്ചാണ് കുക്ക് ചെയ്യുന്നത്. ബീഫ് പീസുകളുടെ വലുപ്പത്തിനനുസരിച്ച് 4 മുതൽ 5 പീസ് വരെ ഒരു ബിരിയാണിയിൽ കാണും. ബിരിയാണി ഇളക്കുമ്പോൾ നല്ല അരോമ വരുന്നുണ്ട്, കൊതിപ്പിക്കുന്ന അരോമ തന്നെയാണ്. തമിഴ്നാട് ബിരിയാണിയിൽ നമ്മുടെ കോഴിക്കോടൻ ബിരിയാണി പോലെ ലെയറിംഗ് ഇല്ല, എല്ലാം ഒരുമിച്ചാണ് തയ്യാറാക്കുന്നത്. 1 പോട്ട് ബിരിയാണിയാണ് തമിഴ്നാട് ബിരിയാണി. ബിരിയാണിക്ക് കൂട്ടായി സാലഡും ബീഫ് ഗ്രേവിയുമാണുള്ളത്. ബിരിയാണിയുടെ വില വരുന്നത് 180 രൂപയാണ്. ഊട്ടിയിലെ ഫുഡിൻ്റെ റേറ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ റീസണബിൾ റേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ബീഫ് പീസസ് അത്യാവശ്യം വലുതാണ്. ഈ ബിരിയാണിയിൽ 5 ബീഫ് പീസുകളുണ്ട്. ഇനി റൈസിൻ്റെ ഫ്ലേവർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബിരിയാണി റൈസിന് തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി റൈസിൻ്റെ എല്ലാ മസാലകളും ഉണ്ട്. അതുകൂടാതെ അത്യാവശ്യം നല്ല സ്പൈസിയാണ്. ആ സ്പൈസിനെസ് ഒരു കിക്കാണ് തരുന്നത്, രസമാണ്. ബീഫ് മാത്രം കഴിച്ച് നോക്കാമല്ലേ. ബീഫ് പെർഫെക്റ്റ്ലി കുക്ക്ഡാണ്, നല്ല സോഫ്റ്റാണ്. പിടിക്കുമ്പോഴേ ഇങ്ങനെ ലെയറായിട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ചവയ്ക്കുമ്പോഴേ അറിയാൻ പറ്റും നല്ല സോഫ്റ്റാണ്. ബീഫ് പീസുകളെല്ലാം നല്ല പീസുകളാണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ബീഫ് ഒട്ടും ച്യൂവിയല്ല. ബീഫിൽ മസാല ഫ്ലേവേഴ്സ് ലൈറ്റായേ ഉള്ളൂ. ബീഫിൻ്റെ തനതായ ഫ്ലേവറാണ് കൂടുതലായി ഉള്ളത്. ബിരിയാണി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്പൈസ് ലെവൽ ഇങ്ങനെ അപ്പായി വരുന്നതായിട്ട് നമുക്ക് തോന്നും. ആ ഒരു സ്പൈസ് ലെവൽ ശരിക്കും കിക്കിനാവും നമ്മുടെ ടേസ്റ്റ് ബഡ്സിൽ. പക്ഷേ അങ്ങനെ ഓവർവെൽമിംഗ് ആയിട്ടുള്ള സ്പൈസ് ലെവലല്ല, നമുക്ക് മാനേജ് ചെയ്യാവുന്ന സ്പൈസ് ലെവലാണ്. ടേസ്റ്റി ഫീൽ തരുന്ന ഒരു സ്പൈസ് ലെവലാണ്. ബിരിയാണിക്ക് തന്ന ഗ്രേവി ബീഫിൻ്റെ ഗ്രേവിയാണ്. ബീഫിൻ്റെ ഗ്രേവിയും നല്ല ടേസ്റ്റിയാണ്, അത്യാവശ്യം സ്പൈസ് ഉണ്ട്. ഇതിലുള്ള മസാലാസൊക്കെ ഒരു തമിഴ്നാട് സ്റ്റൈൽ മസാലയാണ്. നമ്മുടെ കേരളത്തിലുണ്ടാക്കുന്ന ടൈപ്പ് ബീഫ് കറീൻ്റെ മസാലയല്ല ഇതിൽ വരുന്നത്. ടേസ്റ്റിയാണ്. സ്പൈസ് ലെവൽ നന്നായിട്ട് അപ്പായെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് കമ്പാനിയൻ ഉണ്ട് സ്പൈസ് ലെവൽ താത്താനായിട്ട്, അതാണ് സാലഡ്. സാലഡ് കൂട്ടി കഴിയുമ്പോൾ സ്പൈസ് ലെവൽ ഭയങ്കരമായിട്ട് താഴുന്നുണ്ട്. അങ്ങനെ ഞാൻ പ്ലേറ്റ് കാലിയാക്കി. ബിരിയാണി നല്ലതായിരുന്നു എന്നതിന് ഇതിൽ പരം തെളിവ് ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഊട്ടിയുടെ ലോക്കൽ ഫ്ലേവർ ടേസ്റ്റ് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ലോക്കൽ ഫ്ലേവറുള്ള ബിരിയാണിയാണ് കഴിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ് നിങ്ങൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നല്ല ഫ്ലേവർഫുള്ളായ ടേസ്റ്റിയായ അതുപോലെ തന്നെ അത്യാവശ്യം സ്പൈസ് ലെവൽ അപ്പായിട്ടുള്ള ഒരു ബിരിയാണിയാണ് നിങ്ങൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് ഇവിടെ വരാം. ഈ ഒരു ബിരിയാണി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ഇവരുടെ സ്ഥിരം കസ്റ്റമേഴ്സിൻ്റെ കുറച്ച് റിവ്യൂ കൂടെ കേൾക്കാം. என் பேர் அப்பாஸ், நாங்கள் லோக்கல் தான். ஆனால் யாஸ்மின் ஹோட்டல் தான் இங்கே இருக்கிற லொக்காலிட்டியிலே பெஸ்ட் ஹோட்டல். ஃபஸ்ட்டு பஸ் ஸ்டாண்ட் கீழே இருந்தது, இப்போ இங்கே மேலே கொஞ்சம் மேலே வந்து பள்ளிவாசல் பக்கத்தில் வந்துருச்சு. ரொம்ப நல்லாயிருக்கும் இங்கே ஃபுட்டு. அதில் மெயினாக வந்து பிரியாணி ஃபஸ்ட் கிளாஸாக இருக்கும். இந்த பிரியாணி அடிச்சுட்டு இங்கே யாருமே இல்லை. ஹாய், நான் நவாஸ் என் பேர். நான் ஊட்டி வந்து 2 இயர்ஸ் ஆயிடுச்சு. ஸோ இந்த 2 இயர்ஸில் பார்த்தீங்கன்னா ஊட்டியில் நிறைய இடம் வந்து எக்ஸ்ப்ளோர் பண்ணியிருக்கோம். இதில் வந்து பெஸ்ட்டு பிரியாணி அப்படின்னு பார்த்தீங்கன்னா யாஸ்மின் தான் சொல்லுவாங்க. நீங்கள் எந்த டூரிஸ்ட் கிட்ட கேட்டாலும் சரி. ஸோ இங்கே பீஃப் பிரியாணிலேருந்து சிக்கன் பிரியாணிலேருந்து சில்லி சிக்கன், சில்லி பீஃப் எல்லாமே கிடைக்கும். ஸோ ஒன் ஆஃப் தி பெஸ்ட் பிரியாணி அப்படின்னா நான் யாஸ்மின் தான் நான் சஜஸ்ட் பண்ணுவேன். தேங்க்யூ.